ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി അയിലൂർ പഞ്ചായത്തിൽ കൈപ്പഞ്ചേരി പഴശ്ശി നഗറിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ എല്ലാ വൈവിധ്യങ്ങൾക്കും അപ്പുറം നമ്മൾ ഒന്നാണ്. ഇതൊന്നും ഒരു വിഭാഗീയമായി നമ്മളെ അകറ്റി നിർത്താനുള്ളതല്ല. ഈ വൈവിധ്യമാണ് നമ്മുടെ സൗന്ദര്യം. സനാതന ധർമ്മത്തിന്റെ തന്നെ സൗന്ദര്യം ഈ വൈവിധ്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഭേദഭാവങ്ങൾ മറന്ന് ഇന്നലെകളുടെ വിഷമങ്ങളെ പറ്റി ചിന്തിക്കാനും എവിടെയാണ് പിഴച്ചത് എന്ന് മനസ്സിലായി നാളെയെ പറ്റി നമുക്ക് ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും അതിന് വേണ്ടത് നമ്മൾ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശതാബ്ദി ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഓരോ ഗ്രാമപ്രദേശത്തും നടക്കേണ്ടുന്ന ഈ ഏകതാ സമ്മേളനം എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ ഭാരതം മുഴുവൻ നടന്നു ഭാരതത്തെ പറ്റി പഠിച്ച് വിദേശത്ത് ഭാരതത്തിന്റെ സന്ദേശം പകർന്നു കൊടുത്ത് അപ്പൊ അത്രയും ഇതിനെ ആഴത്തിൽ പഠിച്ച് അദ്ദേഹം നമുക്ക് തന്നൊരു ആഹ്വാനമുണ്ട്. അടുത്ത 50 വർഷത്തേക്ക് ഭാരത മാതാവായിരിക്കട്ടെ നിങ്ങളുടെ ഏക ആരാധ്യ ദേവത. ഒരു ശക്തമായ ഒരു രാഷ്ട്രമായി അതിന്റെ പരവൈഭവത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടുത്തെ ഓരോരുത്തരും വരുന്ന 50 വർഷത്തേക്ക് ഭാരത മാതാവായിരിക്കട്ടെ നമ്മുടെ ആരാധ്യ ദേവത എന്ന് അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്തു. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നാട് നീങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. സ്വാതന്ത്ര്യം കേവലം ബ്രിട്ടീഷുകാരെ ഓടിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാത്തൊരു തലത്തിൽ പോകുമ്പോൾ ഈ നാടിന്റെ പ്രശ്നങ്ങൾ വലിയൊരു നിരക്ഷര ജനവിഭാഗത്തെയും കൊണ്ട് ഈ നാടിന്റെ ആ പരംവൈഭവത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? പട്ടിണിയും പരിവട്ടവുമായി നിൽക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ എങ്ങനെ അതിന്റെ പരംവൈഭവത്തിലേക്ക് എത്തും? സായിപ്പിനെ കണ്ടാൽ കവാത്ത് പറക്കുന്ന മനസ്സുമായി നിൽക്കുന്ന ഒരു നാട് എങ്ങനെ അതിന്റെ പരംവൈഭവത്തിലേക്ക് എത്തും? അപ്പൊ സ്വന്തം ആത്മവീര്യമാണ് തളർന്നും തകർന്നും തകർക്കപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ദേശീയ മാനബിന്ദുക്കൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ, ശ്രീരാമ ജന്മഭൂമിയും ശ്രീകൃഷ്ണ ജന്മഭൂമിയും കാശി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രവും അടക്കം നമ്മുടെ മഹത്തായ പൈതൃക കേന്ദ്രങ്ങളൊക്കെ തകർന്നു കിടക്കുമ്പോൾ അതിനെപ്പറ്റി ഒരിറ്റ് കണ്ണീര് പോലും ഒഴുക്കാതെ അതിനെ പുനഃസ്ഥാപിക്കാനോ അതിലൂടെ ആ നാടിന്റെ സ്വത്തും വീണ്ടെടുക്കാനോ ഉള്ള ഒരു ശ്രദ്ധ പോലും ഇല്ലാതെ എങ്ങനെ ഈ നാട് അതിന്റെ പരംവൈഭവത്തിലേക്ക് എത്തും? വിശ്വശങ്കരാചാര്യ പീഠധീശ്വർ ദണ്ഡിസ്വാമി മഹാരാജ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മോഹനപ്പണിക്കർ അധ്യക്ഷത വഹിച്ചു. ശ്രീ സദാനന്ദൻ, കമല, റിട്ടയർഡ് കേണൽ ഗണപതി തുടങ്ങിയവർ സംസാരിച്ചു. അനിൽ ആലിങ്കൽ, ശിവരാമൻ, മണികണ്ഠൻ, ഗിരീഷ്, രാമചന്ദ്രൻ, മുതുകുമാരൻ, യോഗേഷ് അരിപ്പാറ, രാജകുമാരൻ, ജയരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.